ചുറ്റും നോക്കിക്കൊണ്ട് അഭി പറഞ്ഞു, ഇതാ നിന്റെ കാർ, നിനക്കെന്തിനാ അച്ഛൻ്റെ കാറ്? ഓ, കാർ കാണാൻ ചോദിച്ചതാ, അത്രയേ ഉള്ളൂ. അവർ നേരെ റോഡ് ലക്ഷ്യം വെച്ച് ഇറങ്ങി നടന്നു. ഇയാൾ തന്നെ നടത്തിച്ചു കൊല്ലാനുള്ള പ്ലാൻ എങ്ങാനും ആണോ ദേവു ആത്മ? അവൻ അതും ചിന്തിച്ചുകൊണ്ട് അവന്റെ കൂടെ തന്നെ നടന്നു. ആ തെരുവ് വെളിച്ചത്തിൽ റോഡ് നന്നായി കാണാം. നല്ല തണുത്ത കാറ്റും വീശുന്നുണ്ട്. നീ ഇത് ചോദിച്ചില്ലേ നമ്മുടെ ആദ്യത്തെ കല്യാണം നടക്കാനുള്ള കാരണം എന്താണെന്ന്? അത് കേട്ടതും അവൾ അവനെ നോക്കി. അതിന് കാരണം ഞാൻ തന്നെയാണ് അതിന് പിന്നിലും. കാരണം നന്ദനച്ചൻ പറഞ്ഞുകൊണ്ട് നിന്നെ ചെറുപ്പം തൊട്ടേ അറിയാൻ ഇഷ്ടമായിരുന്നു. നിന്നെ പലപ്പോഴും നീ അറിയാതെ ബാച്ച് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ പ്രശ്നം വന്നത് അവിടെയല്ല. എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾ അറിഞ്ഞു നിനക്കിപ്പോൾ കല്യാണം നോക്കുന്നുണ്ട്, വൈകാതെ കല്യാണം ഉണ്ടാക്കുമെന്ന്. അന്ന് ആ ടെൻഷൻ പെട്ടെന്ന് കിട്ടിയ വഴിയാണ് നിന്നെ കല്യാണം കഴിക്കുന്നത്. നേരിട്ട് വന്നാൽ നീ വിശ്വസിക്കില്ല എന്നറിയാത്തത് കൊണ്ടാണ് അന്ന് വളഞ്ഞ മൂക്ക് പിടിച്ചേ എന്ന് പറയാം. അന്ന് അതിനുശേഷം വീട്ടിൽ കാര്യം പറഞ്ഞപ്പോൾ നന്ദനച്ചൻ ഒത്തിരി വഴക്ക് പറഞ്ഞു. അപ്പോഴാണ് അതിൻ്റെ മറുഭാഗം ചിന്തിച്ചത് പോലും. പിന്നെ എന്തോ ഒരു കുറ്റബോധം കൊണ്ട് നിന്റെ മുമ്പിൽ വരാതിരുന്നത്. ഒടുവിൽ ഒരു പെണ്ണ് കാണലിലൂടെ വരുമ്പോൾ ഒത്തിരി കാണാൻ കൊതിച്ചതാ ഈ മുഖം. പക്ഷേ അവൻ അതും പറഞ്ഞ് അവളെ നോക്കുമ്പോൾ അവൾ വലിയ സീരിയസ് ഒന്നുമില്ലാതെ സാധാരണ പോലെ അവനെ നോക്കുന്നുണ്ട്. നിനക്കിതൊന്നും കേട്ടിട്ട് ഇമോഷണൽ ഒന്നുമില്ലേ? ഞാനൊരു പ്രാവശ്യം കേട്ടാലേ ഞെട്ടുകയുള്ളൂ, ഒന്നിൽ കൂടുതൽ കേട്ടാൽ ഞാൻ ഞെട്ടില്ല. അവൾ അതും പറഞ്ഞു മുന്നോട്ട് നടന്നു. നീ ഇതെന്ന് കേട്ടു എന്നാ അവനും കൂടെ നടന്നുകൊണ്ട് പറഞ്ഞു. ഞാൻ നന്ദനച്ഛനോട് ചോദിച്ചു. അച്ഛൻ നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം അത് നടന്നതും എല്ലാം പറഞ്ഞു തന്നു. എല്ലാം മറിഞ്ഞിട്ടും നീ ഇങ്ങനെ മുഖം വീർപ്പിച്ച് നടക്കുന്നേ? ഇത് ഇയാളിത് എന്നോടാണോ പറഞ്ഞത്? അല്ലല്ലോ, എന്നോട് എന്താണോ പറയുക അന്നേ ഞാൻ മിണ്ടു എന്ന് തീരുമാനിച്ചത്. അത് ശരി, അങ്ങനെയായിരുന്നു. അതെല്ലോ. നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? ഉണ്ടായിരുന്നോ ചോദിച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷേ നന്ദനച്ചൻ നിങ്ങൾക്ക് എന്നോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതെല്ലാം ഞാൻ വേണ്ടെന്ന് വെച്ചു. അത് കെടുത്ത് അവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവളൊന്ന് പുഞ്ചിരിച്ചു. അപ്പോ നിനക്ക് ഓക്കെയാണോ? അവൻ സന്തോഷത്തോടെ ചോദിച്ചു. ഒരു പുഞ്ചിരിയോടെ അവളൊന്ന് മൊഴിയതും അവൻ പെട്ടെന്ന് അവളെ അരയിലൂടെ പിടിച്ച് വട്ടം കറക്കി. എന്ത് കാണിക്കുന്നേ? അത് കണ്ട് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് സന്തോഷിക്കട്ടെടി. അത് കേട്ടതും അവൾ പൊട്ടിച്ചിരിച്ചു. ആ വിജനമായ റോഡിൽ അവരുടെ പൊട്ടിച്ചിരിക്കും നീങ്ങി. ഭക്ഷണം കഴിക്കാനായിട്ട് എന്നും പെൺപടകൾ ഒരുമിച്ചാണ് വരാറ്. എന്നാൽ ഇന്ന് അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ വരുന്നത് കണ്ട് ഹാളിലിരുന്ന നന്ദനും ചാരുവും പരസ്പരം നോക്കി. അവർ പരസ്പരം ജോഡികളായി ഇറങ്ങി വരുമ്പോൾ അവർ തന്നെ പരസ്പരം മറ്റു ജോഡികളെയെല്ലാം അത്ഭുതത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അവരുടെ കെട്ടിയോന്മാരുടെ കൂടെ തന്നെ ഇരുന്നു. പെൺപട അവരുടെ കെട്ടിയോന്മാരുടെ അടുത്ത് തന്നെ വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. അവരെല്ലാം പരസ്പരം സന്തോഷത്തോടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അടുക്കളയിലേക്ക് എത്തിയത് നിങ്ങൾ പരസ്പരം മിണ്ടിയോ? 4 പേരും ഒരേപോലെ ചോദിച്ച് അവർക്ക് തന്നെ അത്ഭുതത്തോടെ ഒന്ന് പുഞ്ചിരിച്ചു. ഞങ്ങൾ എല്ലാം പറഞ്ഞു തീർത്ത് സെറ്റായി. ഞങ്ങളും വാശിയും എല്ലാം നിർത്തി സെറ്റായി. ഞങ്ങളും തല്ലുകൂടി ഒടുവിൽ സെറ്റായി. അഭിരാമി, ഞാനും സെറ്റായി എന്നാ. കൊള്ളാലോ കളി. നല്ല മനപ്പൊരുത്തമാണല്ലോ നമുക്ക് എല്ലാവർക്കും. അഭിരാമി, നമ്മൾ ചങ്കുകൾ മാത്രമല്ല സഹോദരികൾ കൂടിയല്ലേ? നാത്തൂന്മാരുമാണ്. നമുക്കിനി നാത്തൂൻ പോരെടുക്കാം. അഭിരാമി, എന്നാ മോള് എടുത്തുകൊണ്ട് നിന്നോ, ഞങ്ങൾക്ക് വേറെ പണിയുണ്ട്. അപ്പോഴാണ് ആളിൽ നിന്നും വലിയൊരു സംസാരം കേൾക്കുന്നത്. എന്താ അവിടെ? പോയി നോക്കാം. അവർ ആളിൽ പോകുമ്പോൾ ആൾപ്പടം 4 വലിയ സീരിയസ് ആയി നിൽക്കുന്നുണ്ട്. നന്ദനങ്ങൾ ഒരു ചിരിയോടെ ഇരുന്നു. എന്താ പ്രശ്നം? ഇതൊന്ന് നോക്ക്. അവൻ അതും പറഞ്ഞ് പത്രം നീട്ടിയത് 4 പേരും അതിലേക്ക് നോക്കി ഒന്ന് ഞെട്ടിപ്പോയി. ഇതെങ്ങനെ ഇവരെല്ലാം ഒരുമിച്ച്? എന്ത് കത്തി നശിച്ചു എന്നോ? അതും എല്ലാവരും ഒരുമിച്ച്? വെറുതെ ഒന്നുമല്ല, ഇതാ ഈ അച്ഛൻ ആരോടും ഒന്നും പറയുക പോലും ചെയ്യാതെ പോയി കാണിച്ചു പണിയാ. ഇതൊക്കെ എപ്പോ? അഭിരാമി,
അവർ നമ്മുടെ കുടുംബത്തിലേക്ക് ചെയ്തത് അത് നമ്മൾ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ മക്കളാരും ഇനി അനുഭവിക്കരുത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ദേഷ്യം ഞാൻ ഒറ്റയ്ക്ക് തന്നെ തീർത്തിട്ട്. മക്കളെ, നിങ്ങളാരും ഞെട്ടുക ഒന്നും വേണ്ട. ഞാൻ തനിച്ചല്ല, ഇവരുടെ കൂട്ടുകാരായിരുന്നു കൂടെ. പിന്നെ പെട്ടെന്നുണ്ടായ ഒരു യാത്രയായിരുന്നു ഇന്നലെ രാത്രിയ. അവർ എല്ലാവരും കൂടെ അവിടെ വിനയന്റെ വീട്ടിലുണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ ഒന്നും നോക്കിയില്ല, നിന്റെ കൂട്ടുകാരൻ വിളിച്ച് ഞാൻ അവിടെ എത്തി. അവരറിയാതെ പുറത്തു നിന്നും എല്ലാ വാതിലും അടിച്ച് അവിടെ അവരെല്ലാവരും കൂടെ ആഘോഷിക്കുമായിരുന്നു. നല്ല DJ പാർട്ടി ആയതുകൊണ്ട് പുറത്ത് നല്ല വണ്ടിയുടെ ശബ്ദം പോലും അവർ കേട്ടില്ലെന്ന് തോന്നുന്നു. വീടിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ജനൽ വായിക്കുള്ള ഗ്യാസ് തുറന്നു വിട്ടു. അവർ ഓടി നടന്ന് ആ വാതിലെല്ലാം മുട്ടിയെങ്കിലും അവിടെ ഞാൻ തീ നൽകിയിരുന്നു. അപ്പോയേക്കും എല്ലാവരും ഞെട്ടി നിൽക്കുമായിരുന്നു. കിട്ടിപ്പോയി. ദീപു പെട്ടെന്ന് അവൾ ചാടി കയറിക്കൊണ്ട് പറഞ്ഞതും എല്ലാവരും ഞെട്ടിക്കൊണ്ട് അവളെ നോക്കി. എന്ത് കിട്ടിയെന്ന്? ഇത് ആ റെയിൽവേ സിനിമയിലെ ദിലീപ് ആളുകളെ കൊല്ലുന്ന രീതിയല്ലേ? അവൾ വലിയ എന്തോ കണ്ടുപിടിച്ച പോലെ പറഞ്ഞു. ഓ, ഇതിനായിരുന്നു നിന്റെ തലയ്ക്ക് പോയും വെളിവൊന്നും വന്നില്ലല്ലേ? എൻ്റെ ആങ്ങള എന്ത് വിചാരിച്ചു? എൻ്റെ ഭർത്താവ് നിൽക്കുമ്പോൾ ഓരോന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ചോദിക്കില്ലെന്നോ? അവൾ അതും പറഞ്ഞു ആദിജിത്തിന്റെ അടുത്തേക്ക് പോയതും. പിന്നല്ലാതെ, അവൻ അതും പറഞ്ഞു പുഞ്ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ടു. എന്നാ എൻ്റെ ഭാര്യ ചോദിക്കും അല്ലേ ഭാര്യയെ? ആദിദേവ് അതും പറഞ്ഞ് അഭിരാമിയുടെ അടുത്തേക്ക് പോയി. അതെ, എൻ്റെ കെട്ടിയോനെ പറഞ്ഞാൽ ഞാൻ ചോദിക്കും. എന്നാ പിന്നെ ഞങ്ങൾക്കുമുണ്ട് ചോദിക്കാൻ ആളുകൾ, ദേവും നീവും. അതും പറഞ്ഞ് അവരുടെ ഭർത്താക്കന്മാരുടെ അടുത്ത് വന്ന് നിന്നു. എല്ലാവരും വഴക്കെല്ലാം നിർത്തിയോ സാരു? അതെല്ലാം ഞങ്ങൾ നിർത്തി. ഇനി ഞങ്ങളൊന്ന് പ്രണയിക്കട്ടെ. സന്തോഷമായി മക്കളെ, ഈ സ്നേഹം എന്നും ഉണ്ടാവണം. ഇനി ഇങ്ങനെ വഴക്കും തല്ലും തമാശയും പ്രണയവുമായി ഞങ്ങൾ അങ്ങ് ജീവിക്കും അല്ലേടാ? അതെ, എല്ലാവരും ഉറക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നന്ദനും ചാരു അമ്മയും പുഞ്ചിരിയോടെ നിന്നു. അങ്ങനെ ഈ കഥ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഇനി അവരായി അവരുടെ പാടായി. കഥ പെട്ടെന്ന് തീർത്തുവെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാവാം. കാരണം ഈ സ്റ്റോറിയാണ് തുടർക്കഥയിലെ എൻ്റെ ആദ്യത്തെ സ്റ്റോറി. പക്ഷേ ഇത് കഴിയുന്നതിന് മുമ്പ് എഴുതി തുടങ്ങിയ 5 സ്റ്റോറികൾക്ക് ശേഷമാണ് ഇത് എഴുതുന്നത്. ഇടയിൽ എപ്പോയോ എഴുതാനുള്ള ഒരു ഫ്ലോ പോയി. അങ്ങനെ ഇത് എഴുതാതെ ഇട്ടു. ഒടുവിൽ ഇപ്പോൾ തീരുമ്പോൾ എത്രമാത്രം നന്നായിട്ടുണ്ടെന്ന് അറിയില്ല. അതെല്ലാം നിങ്ങളുടെ അഭിപ്രായമാണ്. ഈ സ്റ്റോറി ഇടയിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞവർക്ക് വേണ്ടി ഒന്ന് ചുരുക്കി പറയാം. അതായത് ദീപവും ദേവും ആദ്യം കാണിക്കുന്നത് അവരാണെങ്കിൽ ചേച്ചിയും അനിയത്തിയുമായിരുന്നു. അവരുടെ ഇടയിലേക്കാണ് ആദിജിത്തും അഭിജിത്തും ആദ്യമായി കടന്നു വരുന്നത്. അതായത് ആദിജിത്തായിട്ടുള്ള പ്രശ്നം വൈറലാകുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി പെണ്ണാണം വരുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. പക്ഷേ ആ കല്യാണത്തിന് ഇവർക്ക് ഒട്ടും താല്പര്യമില്ല. രണ്ടുപേരും അവിടെ നിന്ന് ചാടിപ്പോകുന്നു. പക്ഷെ ചാടിപ്പോകുമ്പോൾ ഇവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വരുന്നത് അഭിറാമും അതുപോലെ ആദിദേവുമായിരുന്നു. ഇവരെ ആദ്യമെല്ലാം സഹോദരന്മാരെ പോലെ നിൽക്കുന്നുണ്ടെങ്കിലും ഇടയിൽ ഇവരുടെ സ്വഭാവത്തിൽ പ്രശ്നം വരുന്നുണ്ട്, കച്ചറയ്ക്കാവുന്നു. പക്ഷെ അവിടെയൊക്കെ 2 പേര് കടന്നു വരുന്നു. അതായത് ദേവുവിൻ്റെ ഫ്രണ്ടായ നിഹയും അതേപോലെ ദേവുവിനോട് ഒരു കച്ചറ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട് അഭിരാമി. അവരും അങ്ങനെയാണ് സ്റ്റോറി പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഈ അഭിരാമി എന്തുകൊണ്ടാണ് ഇതിൽ വില്ലത്തിയായി ആദ്യം കടന്നു വന്നതെന്ന് ചോദിച്ചാൽ ആ കഥയ്ക്കതിൽ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ശേഷമുള്ളതാണ് മനസ്സിലാവാത്തത്. ഏതായാലും അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരാരും അവരുടെ സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും മക്കളല്ലായിരുന്നു ഇവർ 4 പേരും. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം വെച്ചിട്ടാണ് ഇവരെ കൊണ്ടുവന്നത് എന്നിവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതേ ടൈമിലാണ് അവർക്ക് പുതിയൊരു കഥാപാത്രം കടന്നു വരുന്നത്, ചാരു അമ്മ എന്ന പേരിൽ. ശരിക്കും ഇവളായിരുന്നു ഈ ദേവുവിൻ്റെ അമ്മ എന്ന് പറയുന്നത്. അവിടെ നമ്മളെ ദീപു ഒരുപാട് സങ്കടപ്പെടുന്ന രംഗങ്ങളൊക്കെ ഉണ്ട്. സ്വന്തം ചേച്ചിയല്ലേ എന്നൊരു സങ്കടം. സംഭവത്തിൽ ഇവിടെയാണ് നിങ്ങൾക്കെല്ലാം മനസ്സിലാവാത്തത് എന്നെനിക്ക് മനസ്സിലായി. ഈ ചാരു അമ്മ, അതായത് ഇവരുടെ കൂടെ ചാരു അമ്മയും അതുപോലെ ആദിജിത്ത് അഭിറാം ഇവരുടെ കൂടെ ഒരു നന്ദനുമുണ്ട്. ഈ ഒരു കുടുംബകഥ പറയുന്ന സമയത്ത് ഈ 2 തറവാടുകളുണ്ടായിരുന്നു. ആ തറവാട്ടുകളിലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവിടുത്തെ പേരക്കുട്ടികളാണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രശ്നം വന്ന്, അതായത് ഇവരെ ഒറിജിനലായ വിനയനും സുപ്രിയയ്ക്ക് ഇവരുടെ വെറും ഡ്യൂപ്ലിക്കേറ്റ് അമ്മയാണ്. ഇവർ യഥാർത്ഥ അമ്മയെ കൊന്ന് ഇവരെ കൊണ്ടുപോയതായിരുന്നു.
രണ്ട് കുടുംബത്തെയും രണ്ടുപേരെ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. പെൺപടകളെ എന്തുകൊണ്ടോ ഇവരെ കൊണ്ടുപോയി, അതായത് നമ്മൾ ശത്രുരാജ്യത്തിൽ കൊണ്ട് ഈ വിനയനും സുപ്രിയ വിലക്ക് അച്ഛനും അമ്മയുമാരായി ഇവർ കൊണ്ടുപോയി, കാരണം അവർ വയെങ്കിലും സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ആൺമക്കളെ രക്ഷപ്പെടുത്തിയത് ഒന്ന് ചാരു അമ്മയും ഒന്ന് നന്ദനുമായിരുന്നു. നന്ദൻ്റെ കൂടെ കൂടിയിട്ടാണ് ആദിജിത്തും രക്ഷപ്പെടുന്നത്, ആദിജിത്തും അഭിജിത്തും. അതുപോലെ തന്നെ ചാരു അമ്മയെ കുട്ടി കരയുന്നു എന്ന് വന്ന് കൊണ്ടുവന്നത് കൊണ്ടാണ് ആദിദേവും അഭിരാമും രക്ഷപ്പെടുന്നത്. അങ്ങനെയാണ് ഇവർ ഈ കുടുംബത്തിൽ നിന്ന് ബാക്കിയാവുന്നത്. അവരാണ് ഈ കുടുംബത്തെ, അതായത് വിനയൻ്റെ ഇവരെ ഈ ശത്രുരാജ്യത്തെ കുടുംബത്തിൻ്റെ യഥാർത്ഥ മക്കളല്ല ഇവർ അതെന്ന് വിചാരിച്ച്, അവരുടെ യഥാർത്ഥ മക്കളായിരിക്കും എന്ന് വിചാരിച്ച് അവരുടെ ശത്രുത പോകാൻ വരികയാണ്. അതായിരുന്നു ശരിക്കും കിഡ്നാപ്പിൻ്റെ കാര്യമാകുന്നത്. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇവരുടെ സ്വന്തം മക്കളാണ്, ഇവർ സ്വന്തം സഹോദരിമാരാണ് എന്നൊക്കെ മനസ്സിലാവുന്നത്. അതാണ് സ്റ്റോറിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചെറുപ്പം മുതലേ കല്യാണം ഉറപ്പിച്ചത് കൊണ്ട് കല്യാണം കഴിഞ്ഞു, കച്ചറ ഉണ്ടാവുന്നു, ഇതൊക്കെ തന്നെ. ഈ സ്റ്റോറി ഇതിൽ പോസ്റ്റ് ചെയ്യാൻ വലിയ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ, കാരണം എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ട സ്റ്റോറി എന്നല്ല ഈ സ്റ്റോറി. പക്ഷേ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്റ്റോറിക്കായിരുന്നു അഭിപ്രായങ്ങൾ കൂടുതൽ, അതുകൊണ്ടാണ് ഈ സ്റ്റോറി ഇട്ടത്. നെക്സ്റ്റ് നീലശലഭം എൻ്റെ ഇഷ്ടമുള്ള സ്റ്റോറിയാണ്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്നറിയില്ല. അതിനെങ്കിലും ഒന്ന് അഭിപ്രായം പറഞ്ഞ് വ്യൂസൊക്കെ തന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. സോ ആ സ്റ്റോറി വേഗം തുടങ്ങുന്നതാണ്.